എൻ്റെ ഉള്ളിലെ പാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും എനിക്ക് ഏറ്റുപറയണം. കുമ്പസാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തുറവിയാണ്. ഒരു തുറവിയുള്ള ഹൃദയം തരണം. ചേർന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുക. എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആരായാലും ആയിക്കോട്ടെ, കർത്താവെ, ആ വ്യക്തി ഒരു നല്ല കുമ്പസാരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവരുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ ബാക്കി 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുകിട്ടുമ്പോഴും തേടിപ്പോവാത്തത്? കണ്ടുകെട്ടിക്കഴിയുമ്പോൾ സന്തോഷത്തോടെ അതിനെ തോളിലിരുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ച് പറയുന്നു, നിങ്ങൾ എന്നോടൊത്ത് സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാണ് സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുമ്പസാരത്തിലേക്ക് ഏറ്റവും അടുത്ത് വരികയാണ്. ഇനി ഞാൻ ഒത്തിരി വചനപ്രഘോഷണം നടത്തുന്നില്ല. ഒരു 20 മിനിറ്റ് സമയം കുമ്പസാരത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ഈ ജർമ്മനിയിലൊക്കെ ഉള്ളവരോട് ഒത്തിരി പരത്തി നീട്ടി പറയേണ്ട ഒരു കാര്യവുമില്ല. അല്പം ബുദ്ധിയും വിചാരമൊക്കെ ഉള്ളവരെ എവിടെയൊക്കെ പാസ്സായി എവിടെ എത്തുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ പറയുന്ന പോലെ ഒത്തിരി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങളൊരു കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി പറയാണ്. നമ്മൾ എന്തുകൊണ്ട് അനുതപിക്കണം എന്നുള്ളതാണ്. ബൈബിളിൽ ഒരു ചെറിയ സംഭവം നിങ്ങൾ ഓർക്കണേ. അതായത് ഈശോ മിശിഹ ഒരു മനുഷ്യാത്മാവിൽ നിന്ന് ഏറ്റവും ആദ്യവും ഏറ്റവും അധികവുമായി പ്രതീക്ഷിക്കുന്ന ഏക കാര്യം, ശ്രദ്ധിക്കണേ, ഈശോ മിശിഹ ഒരു മനുഷ്യാത്മാവിൽ നിന്ന് ഏറ്റവും ആദ്യവും ഏറ്റവും അധികവുമായി പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ കാര്യം അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ, അവൻ്റെ മാനസാന്തരമാണ്, അവൻ്റെ പാപമോചനമാണ്. ഒരു ഉദാഹരണം, മർക്കോസ് 2 ശ്രദ്ധിക്കണേ. മർക്കോസ് 2 ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, വായിക്കുന്നത്. അവൻ കഫർനാമിൽ തിരിച്ചെത്തി. അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പരന്നു. വാതിൽക്കൽ നിൽക്കാൻ പോലും വയ്യാത്ത വിധം ജനം അവിടെ തിങ്ങിക്കൂടി. ഒന്ന് തൊട്ടുമുത്താൻ വേണ്ടി വരികയാണ്. ശ്രദ്ധിക്കണേ. അപ്പോ അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ട് അവിടെ എത്തി. എത്ര പേരാണ് വന്നത്? എത്ര പേരാണ്? കട്ടിലൊരുത്തും കിടപ്പില്ലേ? ഇതെന്നാ കേട്ടോട്ടെ. എത്ര പേരാണ് വന്നത്? 5 പേര്. തോപ്പിച്ചു. അവർക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഇവര് വാതിക്ക് നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇങ്ങനെ വാതിക്ക് നിൽക്കുന്ന ചേട്ടത്തിയോട് പറഞ്ഞു, ഒന്ന് കയറ്റിവിട്, ഒന്ന് തൊട്ടുമുത്തി, ഇവരെ ഒന്ന് ഏൽപ്പിച്ചാൽ ഞങ്ങൾ പൊക്കോളാം. ഇപ്പൊ ചില ചേട്ടത്തി വരണം നാട്ടിലൊക്കെ, അവര് ഇരുന്നതാ, പിന്നെ അവർ അനങ്ങില്ല. പീലാത്തോസിന്റെ വകയിലാണ് ഞാൻ എഴുതി എന്ന് പറഞ്ഞ പോലെ അവര് വാതിൽ പിന്നെ ഏൽക്കില്ല. അവരിരുന്ന് നമ്മൾ ഈ കുർബാനയൊക്കെ കൊടുക്കും വേണ്ടില്ലേ, ചില ചേട്ടത്തിമാരെ എഴുന്നേക്കില്ല. അവര് ആ സീറ്റ് അവരുടെ വാതിൽ.
ഇയാൾക്കകത്ത് കയറാൻ പറ്റിയില്ല. ഇയാൾ അടുക്കള വാതിക്കൽ കൂടെ പോയി നോക്കി. ഒരു ചേട്ടനില്ല, കയറ്റി വിട്ടില്ല. ഈ ചേട്ടത്തിൻ്റെ ഹസ്ബൻഡായിരിക്കും. ഏതായാലും അത് കയറാൻ പറ്റിയില്ല. നിങ്ങൾ അടുത്ത വാക്യത്തെങ്കിലും കാണുന്നത്, അപ്പോൾ അവർ തളർവാദ രോഗിയെ, ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കയോടെ താഴെ, അല്ലേ, എന്ത് ഈ ഹെലികോപ്റ്റർ എന്നൊക്കെ വരികയും ബീങ് എയർ ലിഫ്റ്റഡ്. എനിക്ക് ഇത് ആ ഓടൊക്കെ ഇളക്കുമ്പോൾ ഇതിങ്ങനെ തലേ വീട്ടിൽ കർത്താവ് യേശു എൻ്റെ പ്രതീക്ഷ അതിനകത്തിരിക്കണം. ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വരികയാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. അടുത്ത വാക്യം മർമ്മമാണ്. അവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് പറഞ്ഞു, മകനെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാനായിരുന്നു ആ കിടക്കയിൽ കിടന്നിരുന്ന ആളെങ്കിൽ ഞാൻ കൈ കൊട്ടി ചിരിച്ചേനെ. എൻ്റെ പൊന്ന, ഇവൻ കുമ്പസാരിക്കാൻ വന്നതാണോ? ഈ കട്ടിലേക്ക് കിടക്കുന്ന ആൾ കുമ്പസാരിക്കാൻ വന്നതാണോ? അവന് വേണ്ടത് എന്താണ്? സൗഖ്യമാണ്. പക്ഷേ ഈശോ എന്താ പറഞ്ഞത്? പാപമോചനമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്, കൂടെ നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിന് എഴുന്നേറ്റ് നടക്കുക. എന്താ അതിൻ്റെ പൊരുള്? എന്താ അതിൻ്റെ പൊരുള്? ഈശോയുടെ കണ്ണിൽ ഈ മനുഷ്യാത്മാവ്, ഇവൻ എഴുന്നേറ്റ് നടക്കുക എന്നതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് അയാളുടെ ആത്മാവിൽ ഇറങ്ങേണ്ട പാപക്ഷമ, അയാൾക്ക് കിട്ടേണ്ട പാപപ്രതി. നമ്മൾ ഈ 100 കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും മുമ്പിൽ ഈശോ, നീ ഒരു നല്ല കുമ്പസാരം നടത്താൻ ഒരു കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നീ നിന്റെ പാപങ്ങൾ ഏറ്റു പറയാനുള്ള ഒരു ആത്മാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളെന്നാരും പരീക്ഷ പാസ്സാകാത്തതും അതല്ലെങ്കിൽ നമ്മുടെ രോഗം മാറുന്നതും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെപ്രാളപ്പെടുകയാണ്. പക്ഷേ ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ പോലും ഈശോയ്ക്ക് ആദ്യം പറഞ്ഞത് അവന്റെ സൗഖ്യമല്ല, അവന്റെ വിജയമല്ല, അവന്റെ ആത്മാവിൽ ഇറങ്ങേണ്ട പാപപുറതിയെ കുറിച്ചാണ് ഈശോ ചിന്തിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനം, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. വചനം ഏതാണ്? വചനം ലൂക്ക 13:5. ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ആ ഒരു ഒരുക്കത്തിലേക്ക് വരണേ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കുമുള്ള ആദ്യത്തെ ഉത്തരം പശ്ചാത്താപം എന്ന് ഈശോ പറയണേ. ചിലപ്പോൾ ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ എന്താണെന്നറിയോ? ഒരു പ്രശ്നം വന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉണ്ടാക്കാന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ 2004 സുനാമി വന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? നമ്മുടെ നാട്ടിൽ എത്ര പേരാ മരിച്ചു? ഞാൻ അന്ന് പത്രത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്, മനുഷ്യൻ സുനാമിയെ പ്രതിരോധിക്കാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ വലിയ കടൽ ഭിത്തികൾ, തിരയടിച്ച് പറയാത്ത സാങ്കേതിക വിദ്യകളെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ പിന്നെ സുനാമി വന്നോ? ഇല്ല. അങ്ങേര് വെറൈറ്റിയുടെ അമ്മാവനാണ്. ഒരെണ്ണം റിപ്പീറ്റ്. പിന്നെ വന്ന ഓക്കിയ, ഓർക്കുന്നില്ലേ? പിന്നെ കത്രീന, അങ്ങനെ എന്തോ വന്നില്ലേ? അന്നേരം അതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ ചിന്തിച്ചത്. പിന്നെ വന്നത് പ്രളയമായിരുന്നു, കേരള കോൺടെസ്റ്റ്. അന്നേരം അതിനെ പ്രതിരോധിക്കാൻ നോക്കി, പിന്നെ പ്രളയം വന്നില്ല, പിന്നെ കൊറോണയായിരുന്നു. അതായത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള പുതിയ ടെക്നോളജിയാണ്. പക്ഷെ ഈശോയുടെ കാഴ്ചപ്പാടിൽ ഈശോ എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്കുള്ള ഉത്തരം നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്, നിന്റെ പാപപ്രവൃത്തിയാണ്. ഇത് മാത്രമാണ് ഈശോ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ആവർത്തിക്കണത്. ശരിക്കും മനസ്സൊന്നുറങ്ങി പാപത്തെ ഉപേക്ഷിച്ച് പാപത്തോട് മറുത്തു പിഴച്ച് നിനക്ക് ഏറ്റു പറയാൻ പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ രക്ഷപ്പെട്ടു. ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കാറുള്ളൊരു അച്ഛനാണ്. നമ്മളിങ്ങനെ വാർഷിക ധ്യാനം കൂടുമ്പോൾ വർഷത്തിൽ ഒരിക്കലും അല്ല കുമ്പസാരിക്കേണ്ടത്. അങ്ങനെ കുമ്പസാരത്തിന്റെ ബ്ലെസ്സിങ്ങിന് ഒരു ഭയങ്കര പവറുണ്ട്. 10 ദിവസം കൂടുമ്പോൾ എൻ്റെ കുമ്പസാരം നടക്കാറുണ്ട്. ഞാനൊരു പാപിയാണ്. കാരണം
എൻ്റെ കൃപ മങ്ങുന്നു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിലുള്ള ബന്ധം വഷളാകുന്നു. അത് അതിനിട കൊടുക്കരുത്. ഈ ബ്ലെസ്സിങ് ഇങ്ങനെ കിട്ടി കഴുകപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ കൊച്ചനായ സമയത്ത് ഓർക്കുന്നുണ്ട്, വാഗമണ്ണിൽ ഒരു കുരിശുമലാശ്രമമുണ്ട്. ഞാൻ അവിടെ ഇടയ്ക്ക് ധ്യാനിക്കാൻ പോകുമായിരുന്നു. സന്യാസിമാരാണ്, വളരെ വിശുദ്ധരായ കുറച്ച് മനുഷ്യര്. ഒരു ദിവസം ഞാൻ ധ്യാനം കഴിഞ്ഞ് കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു. അവിടുത്തെ ഏറ്റവും ആപട്ടച്ചൻ, നല്ല സിദ്ധനായൊരു മനുഷ്യൻ, താടിയൊക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ട് കുമ്പസാരിച്ചു. പക്ഷെ പുള്ളി എനിക്ക് പ്രായശ്ചിത്തം തന്നത്, ദൈവമേ പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് 50 പ്രാവശ്യം മുട്ട നിന്ന് കൈ പിരിച്ചു ചൊല്ലാൻ പറഞ്ഞു. ഉയ്യോ, ഞാൻ വലിയ ആന കുതിര പാപമൊന്നും അല്ല പറഞ്ഞത്, കൂടിപ്പോയൊരു നന്മ പറഞ്ഞു പറയും. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പ്രായശ്ചിത്തമല്ലേ, പുള്ളി എന്നെ വിചാരിക്കും. പക്ഷെ കുമ്പസാരം പ്രായശ്ചിത്തം കഴിഞ്ഞിട്ട് ഞാൻ ആ മനുഷ്യനെ പേഴ്സണലായിട്ട് കാണാൻ പോയി. നല്ല തേജസ്സുള്ളൊരു മനുഷ്യൻ. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രായശ്ചിത്തം എനിക്ക് തന്നെ? അപ്പൊ അച്ഛൻ പറഞ്ഞ, അച്ഛന് കൃപ കിട്ടും അച്ഛാ, അച്ഛന് കേൾക്കണം. എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് ഈ കൊടും തണുപ്പത്ത്, വാഗമണ്ണിൽ വന്നിട്ട് തണുപ്പുള്ള സ്ഥലം, പരിശുദ്ധ ബലിപീഠത്തെ തൊട്ട് കയ്യും പിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഏക പ്രാർത്ഥന, ദൈവമേ പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. 3 മണി തൊട്ട് 3:20 വരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. 86 വയസ്സുള്ള അച്ഛനാണ്. എന്തൊരു തേജസ്സാണ് ആ മനുഷ്യന്റെ മുഖത്ത്, എന്തൊരു കൃപയാണ് ആ മനുഷ്യന്റെ വാക്കിൽ. ഈ ഇത്രയും തേജസ്സുള്ള ഈ 10-30 കൊല്ലമായിട്ട് ആ മല വിട്ടുപോകാതെ ദൈവത്തെ തമ്പടിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ദൈവമേ പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്? ആ മനുഷ്യന് ബോധമുണ്ട്, അനുതാപത്തിന്റെ ആത്മീയതയാണ് യഥാർത്ഥ ആത്മീയത. കണ്ണീരിന്റെ വരമാണ് യഥാർത്ഥ വരം. അനുതാപത്തിന്റെ ആത്മാർത്ഥമായ കണ്ണുനീരിന്റെ കുമ്പസാരക്കൂടാണ്. അഗസ്തീനോസ് എന്താ പറഞ്ഞത്? കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് കണ്ണുനീരിന്റെ മാമോദീസ തൊട്ടിയാണ്. കണ്ണുനീരില്ലാതെ നീ ആ കുമ്പസാരക്കൂട്ടിൽ പ്രവേശിക്കുന്നതൊക്കെ ആ പരിശുദ്ധ കൂദാശയോടുള്ള അവഹേളനാണ്. ഹല്ലേലൂയ. അപ്പൊ ശരിക്കും പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാവണം. ഒന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഇങ്ങനെ ചെറിയ ഉറക്കം വരുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുമ്പോൾ അയ്യോ ഉറക്കം വരും. പിശാചുകാരൻ വളരെ വിദഗ്ധമായിട്ട് ഇടപെടും. അയ്യോ ഉറക്കം വരുന്നിരുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആര് പറഞ്ഞു കേട്ടോ. യെസ്, നിങ്ങൾ ഒരു വചനം ശ്രദ്ധിക്കണേ. ഒരു വചനം, ഇത് മർമ്മമാണ്, തീപ്പൊരി വചനമാണ്. അത് നമ്മളിപ്പോൾ വായിച്ചതാണത്. ലൂക്ക 15:7-8. അനുതപിക്കുന്നൊരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം. ക്ലിയർ ആണോ ആ വചനം? നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എന്നെ ശ്രദ്ധിക്കുക. ബൈബിളിൽ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്ന വചനഭാഗങ്ങൾ വളരെ ചുരുക്കമാണ്. 4 ഇടത്തേ ഉള്ളൂ. ഒന്ന് ജോബ് 38:6-7. എന്താണെന്നറിയോ? ദൈവം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ പ്രഭാതഗീതം ആലപിച്ച് സ്വർഗീയ വൃത്തം സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട്. സൃഷ്ടികർമ്മത്തെ കുറിച്ച് ക്ലിയർ ആണോ? ഇനി വെളിപാട് 19:6. അപ്പോൾ ദാ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, നമുക്ക് ആർത്തു വിളിക്കാം, കുഞ്ഞാടിന്റെ വിവാഹം വരുന്നു. സ്വർഗത്തിൽ സന്തോഷം. റൈറ്റ്? സൃഷ്ടികർമ്മം നടത്തിയപ്പോ സഭ സ്വർഗത്തിലെത്തുന്ന കുഞ്ഞാടിന്റെ വിവാഹം വരുന്ന അന്ത്യവിധി, അതാണ് കോണ്ടസ്റ്റ്. പിന്നെ ഒരെണ്ണം കിടക്കുന്നത് ലൂക്ക 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം. ഇത് ഈ ഒരു സ്വർഗ സന്തോഷ സമയത്ത് ഈശോ പറന്നപ്പോ 3 കിട്ടിയോ? ഇനി സ്വർഗം സന്തോഷിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ലൂക്ക 15:7, ലൂക്ക 15:10. രണ്ടും ഒരേ കാര്യം. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈശോയുടെ പിറവി പോലെ, സൃഷ്ടികർമ്മം ദൈവം നടത്തിയതുപോലെ, സഭ സ്വർഗത്തിലെത്തുന്ന കുഞ്ഞാടിന്റെ വിവാഹം വരുന്ന പോലെ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? കണ്ണുനീരോടെ ഞാൻ നടത്തുന്ന പാപസങ്കീർത്തനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം, നമ്മൾ ഇത്രയും നേരം പാപത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ
നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 3 മിനിറ്റോടെ നിൽക്കുന്ന കുഴപ്പമില്ലോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് കയറാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു വലിയ കാര്യം എന്താണെന്നറിയോ? കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും സുന്ദരമായ സത്യം, നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്കൊരു രക്ഷയുണ്ട്, നമ്മൾ നശിക്കില്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ എല്ലാ അപരാധവും നമ്മളെ രക്ഷിക്കും. 1 പത്രോസ് 1:18, നാം രക്ഷിക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാതെ ചിന്തപ്പെട്ടതും കുഞ്ഞാടിൻ്റെതുപോലെയുമുള്ള യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. എഫേസ്യോസ് 1:7, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തവും വഴി രക്ഷ കൈവന്നിരിക്കുന്നു. മത്തായി 1:21, അവൻ തന്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഹെബ്രായ ലേഖനം 10:19, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കൊരു യോഗ്യതയുണ്ട്. കൊളോസ്സോസ് 2:14, നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെല്ലാം അവൻ കുരിശിൽ നിഷ്കാസനം ചെയ്തു, അവയെ കുരിശിൽ തറച്ച് നിരായുധമാക്കി കുരിശിൽ അതിന്റെ മേൽ വിജയം ആഘോഷിച്ചു. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയോ? പ്രിയപ്പെട്ടവർ, നമ്മൾ രക്ഷപ്പെട്ടു. എന്ത്? അവന്റെ രക്തത്താൽ. നിങ്ങൾ ഈ ഒരു കഥ, ഈ റഷ്യൻ വിപ്ലവകാലം സംഭവിച്ച ഒരു ചരിത്ര സംഭവം കേട്ടു. ഒരു കഥയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഈ സാർ ചക്രവർത്തിമാരെ തകിടം മറിക്കാൻ വേണ്ടിയിട്ട് ഒരു വിപ്ലവ സംഘം ഒരുങ്ങി. എന്നിട്ട് ഈ ചക്രവർത്തിയുടെ കൊട്ടാരം അട്ടിമറിക്കാൻ വേണ്ടി വളരെ നിഗൂഢമായിട്ട് ഈ വനത്തിൽ കൂടെ യാത്ര പോവാണ് ഒരു വിപ്ലവ സംഘം. പക്ഷെ പകുതി വഴി എത്തിയപ്പോൾ അവർക്ക് വഴി തെറ്റിയിട്ട് അവർക്കൊരു പ്രശ്നം വന്നു. ഇനി 2 ദിവസം അധികം നടക്കണം ഈ സ്ഥലത്തെത്താൻ. പക്ഷെ അവരുടെ കരുതിയിരുന്ന ഭക്ഷണം തീരാൻ പോകുന്നു. വിപ്ലവ സംഘമാണ്. അപ്പൊ എന്നെ ചെയ്യും? 2 ദിവസത്തെ ഭക്ഷണമില്ല. അപ്പൊ ഉള്ളത് കുറച്ചുകൂടെ ഒന്ന് പിഴിഞ്ഞു പിടിക്കാന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇനി അവർക്ക് അടുത്ത സ്ഥലം എത്തണമെങ്കിൽ ഇനി ഒത്തിരി നടക്കാനുണ്ട്. അവരങ്ങനെ തീരുമാനിക്കുകയാണ്, എന്ത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിക്കാം. അപ്പൊ അവര് ചോദിച്ചു, നല്ല വിശപ്പുണ്ട്, ആരെങ്കിലും കട്ട് തിന്നാലോ രാത്രിയിലൊക്കെ വിശന്നിട്ട്? അപ്പൊ ഈ വിപ്ലവ സംഘത്തിന്റെ നേതാവ് പറയാണ്, അങ്ങനെ ആരെങ്കിലും തിന്നാ അവരെ മരത്തെ കെട്ടിയിട്ട് ചാട്ട കൊണ്ട് 100 അടിക്കുന്നു. തീരുമാനമാണ്. കാരണം അവർക്ക് വേറെ ലക്ഷ്യമുണ്ട്. അവര് മുമ്പോട്ട് പോവാണ്. പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഭക്ഷണം പകുതി കാണുന്നില്ല. ആരും അടിച്ചു മാറ്റി. അവരന്വേഷണം ആരംഭിച്ചു. ആരാണ് അവനെ ഇപ്പൊ തകർക്കണം? അപ്പൊ അന്വേഷിച്ചപ്പോ അവര് കണ്ടുപിടിച്ചത് ഈ വിപ്ലവ സംഘത്തിന്റെ നേതാവിന്റെ അമ്മയാണ്. ഇവരെല്ലാവരും ടീമാണ്. എനിക്ക് വിശം, ഞാൻ കഴിച്ചിടാന്ന്. ഇയാൾ എന്നെ ചെയ്യും? ഇയാളാ പറഞ്ഞത് 100 അടി അടിക്കണം, ഇയാൾ അമ്മേനെ അടിക്കാൻ വിട്ടോളൂ. അപ്പൊ ഈ നേതാവ് പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല. അമ്മ ആ മരത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അമ്മേനെ കെട്ടിയിട്ടു. അതിനകത്ത് ഏറ്റവും കായബലമുള്ളവന്റെ കയ്യിൽ ചാട്ട കൊടുത്തു, അടിക്കാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ നടന്ന് മറയ്ക്കാണ്. ഈ കായബലമുള്ളവൻ ഈ ചാട്ടയെടുത്ത് ആഞ്ഞ് വീശാൻ തുടങ്ങുമ്പോ ഈ വിപ്ലവ സംഘത്തിന്റെ നേതാവ് ഈ ആദ്യ ചാട്ട വീഴാൻ തുടങ്ങുമ്പോ ഓടിച്ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് 100 അടി ഏറ്റെടുത്തു. കാൽവരിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന പാപത്തിന്റെ നരകപിശാചൊരുക്കി വെച്ച മുഴുവൻ നൊമ്പരങ്ങളും ഒരൊറ്റ എണ്ണം പോലും എനിക്ക് തരാതെ അവൻ ഏറ്റെടുത്തു. അതാ ഞാൻ പറഞ്ഞത്, കൊളോസ്സോസ് 2:14, നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെല്ലാം അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്ത് അവയുടെ മേൽ വിജയം വരിച്ചു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഒന്നൊന്ന് കൈകൂപ്പി പിടിച്ച് നമ്മൾ പാടുന്ന സുന്ദരമായൊരു പാട്ടുണ്ട്. നിങ്ങൾക്കൊരു അനുതാപം കിട്ടും.
എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ തന്നു. എനിക്കായി എൻ്റെ ഈശോ പരിഹാരമനത്തെ രക്ഷിക്കും. ഇന്ന് ഈ കുമ്പസാരക്കൂട്ടിൽ സംഭവിക്കുന്ന അത്ഭുതം എന്ന് പറയണത് അവൻ്റെ ആണിപ്പഴുതേറ്റൊരു കരം നിന്നെ തൊട്ട് സുഖപ്പെടുന്ന നിമിഷമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളൊരു പീഡാസ്ഥാന ധ്യാനത്തിന് ഒരുപാട് ഈ പാട്ട് നമ്മളൊന്ന് പാടുകയാണ്. മനസ്സറിഞ്ഞ് ആ പാട്ടിൻ്റെ വരികളെ ധ്യാനിക്കണം. എൻ്റെ ഈശോ എനിക്ക് നേടിത്തന്ന രക്ഷ ആ പരിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ കാത്തിരിപ്പുണ്ട്. ഏറ്റവും ഉത്തരവാദിത്വത്തോടെ അനുതാപത്തോടെ, ദൈവമേ, ഞാൻ ആ രക്ഷയെ തേടി വരുന്നു, ഞാൻ ആ നിമിഷത്തെ തേടി വരുന്നു, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ. എന്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എന്റെ യേശു പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറൽ പാപി പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ യേശു പരിഹാര ബലിയായി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒന്ന് ഇരിക്കാമോ? കുമ്പസാരത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഒരു 40 മിനിറ്റ് ഒരു പീഡാസഹന ധ്യാനമുണ്ട്. അതിനകത്ത് നമ്മുടെ കുടുംബത്തിൽ, തലമുറയിൽ, വ്യക്തി ജീവിതത്തിൽ പാപം അധികാരം സ്ഥാപിക്കുന്ന 14 മേഖലകളെ കുറിച്ച് നമ്മൾ അനുദപിക്കും. അതിനുശേഷം മനസ്സ് തുറന്ന് നമ്മളൊന്ന് കുമ്പസാരിക്കും. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണെന്ന് ഓർക്കണം, ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുന്നത്. ഇനി ഇങ്ങനെ അവസരം കിട്ടുമോ എന്ന് ഒരുറപ്പുമില്ല. അടുത്ത ഈസ്റ്ററിന് കോഴിക്കാല് പിടിക്കാൻ നമ്മളിൽ എത്ര പേരുണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ഒരുറപ്പുമില്ല. അവ കിട്ടുന്ന ചാൻസിൽ ഒരു സുന്ദരമായ ഒരു ആത്മാവിൻ്റെ നിറവിൽ നമ്മൾ അതിനെ സ്വീകരിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു വലിയ ബോധ്യം, നിനക്ക് കണ്ണുപൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഏക ഇടം കുമ്പസാരക്കൂടാണ്. ഈ ഭൂമിയിൽ നിനക്ക് കണ്ണുപൂട്ടി വിശ്വസിക്കാൻ പറ്റുന്ന ഏക ഇടം. ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പോൾ എൻ്റെ വികാരിച്ചിൻ്റെ അടുത്ത് ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. കാരണം എനിക്ക് ബോധ്യമുണ്ട് അച്ഛൻ്റെ പൗരോഹിത്യം എന്താണെന്ന്. ഒരുപാട് മനുഷ്യരെ കുമ്പസാരിപ്പിച്ച ഒരു അച്ഛനാണ് ഞാൻ. ഒരിക്കലും അവിടെ വിധിക്കാൻ അറിയില്ല. ഇത് കരുണയുടെ ആഘോഷമാണ്. അവിടെ ആശീർവദിക്കുന്നത് കേവലം ഒരു മനുഷ്യ വ്യക്തിയല്ല, ആ മുറിവേറ്റ ആണിപ്പഴുത്തുള്ള അവൻ്റെ കരമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കോവിഡ് കാലത്തൊക്കെ കുമ്പസാരിക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുമ്പസാരമൊന്നും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു സിസ്റ്റർ എന്നോട് പറയാണ്, അച്ഛൻ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യരോട് തർക്കിച്ചു മടുത്തു. അയാൾ പറഞ്ഞ് കുമ്പസാരമൊക്കെ സഭ കണ്ടുപിടിച്ച ഒരു രീതിയാണ്, ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ പറഞ്ഞു ഈ തർക്കിച്ച് ഈ മനുഷ്യന്റെ കുറെ അരുവി എൻ്റെ ഉള്ളിൽ കയറി. ഞാനിങ്ങനെ വിഷമിക്കുക രാത്രി, ഇയാൾ എന്തിങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം സിസ്റ്റർ അവരെ പള്ളിയിൽ പോവാ. ആ പള്ളിയിൽ തലേ ദിവസം ഒരു ഓർഡിനേഷൻ ഉണ്ടായിരുന്നു. പുത്തൻ കുർബാന, അന്നത്തെ സാഹചര്യത്തിൽ വലിയ ആളൊന്നുമില്ല, ഒരു പുത്തൻ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ആ തലേ ദിവസം പട്ടം കിട്ടിയ അച്ഛൻ, പുത്തൻ അച്ഛൻ, കുമ്പസാരക്കൂട്ടിലുണ്ടെന്ന്. സിസ്റ്റർ അവിടെ പള്ളിയിൽ പോവാണ്. സിസ്റ്ററോട് പറയാണ്, ഞാൻ ഈ പള്ളിയുടെ വാതിലേക്ക് കയറിയപ്പോ ഈ കുമ്പസാരക്കൂടിന്റെ മുകളിൽ ഭയങ്കര വെളിച്ചം കണ്ടു. ഞാനത് കണ്ടതും അവിടെ മുട്ടുകുത്തിയിട്ട് കുമ്പസാരക്കൂട്ട് മുമ്പിൽ വണങ്ങി. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ചോരയൊലിക്കുന്ന, അടിച്ച് നീര് വെച്ച്
ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആണിപ്പഴത്തുള്ള ഒരു കൈ ഇങ്ങനെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മുട്ടുകുത്തി നിലം ചുംബിച്ചെഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നലെ പട്ടം കിട്ടിയ അച്ഛൻ കുമ്പസാരക്കൂട്ടിയിരുന്ന ഒരാളെ കുമ്പസാരിപ്പിക്കുക. ഇന്നലെ തർക്കിച്ചതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയ അച്ഛാ. ഇങ്ങനൊരു ദൈവാനുഭവം ഉണ്ടായപ്പോൾ ഞാൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു വെച്ചിട്ട്. കാരണം ഈ കുമ്പസാരക്കൂട്ടിന്റെ മീതെ അത്ഭുതകരമായ സൗഖ്യം തരുന്ന അവന്റെ മുറിവേറ്റ കരത്തിന്റെ, അതാണ് എഫേസ്യസ് 1:7 1 യോഹന്നാൻ 1:7 1 പത്രോസ് 1:18 മത്തായി 1:21 നമ്മൾ ഒരേ കാര്യമാണ് ആവർത്തിച്ചത്. അവന്റെ രക്തം നിന്നെ സുഖപ്പെടുത്തും, നിന്നെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവട്ടെ. മനസ്സ് തുറന്ന് ഉള്ളതുപോലെ, എന്താ പറയാ, ഒരു മുറിവിനകത്ത് 50 പുഴു ഉണ്ടെങ്കിൽ 50 എടുക്കണം. ഒരെണ്ണം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അത് സ്റ്റിച്ച് ചെയ്താൽ അത് പഴുക്കും. പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് പറ്റുന്ന വലിയൊരു അപകടം എന്താണെന്നറിയൂ? കള്ളക്കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്ക് എന്തോ ചെയ്തു വെച്ചങ്ങ് പോകും. നിങ്ങൾ ശ്രദ്ധിക്കണേ, വിശുദ്ധ കൂദാശകൾ അവഹേളിച്ചപ്പോൾ ഞാൻ കൂദാശ നമ്മളെ രക്ഷിക്കുകയല്ല. നമ്മുടെ കൃപ തെളിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം, ഒന്ന്, നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യല. കള്ളക്കുമ്പസാരം നടത്തുന്നു, ഒരു 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 അനുതാപവും ഇല്ലാതെ പോയി കുർബാന സ്വീകരിക്കുന്നു. അതല്ലെങ്കിൽ പാപാവസ്ഥയിൽ കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ രക്ഷിക്കേണ്ടതിനെ നമ്മൾ അവഹേളിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ കൂദാശ നമ്മളെ രക്ഷിക്കുക? ആദ്യമേ നിങ്ങൾ ഓർക്കേണ്ടത്, ജീവിതത്തിൽ ബോധപൂർവം പാപം മറച്ചോ വേണ്ടത്ര അനുതാപമില്ലാതെയോ സാഹചര്യ സമ്മർദ്ദത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു പോയ കുമ്പസാരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കണം. അങ്ങനെ സ്വീകരിച്ച കുർബാനകളെ ഓർത്ത് മാപ്പ് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വാതിലും തുറന്നു കിട്ടുള്ളൂ. കാരണം നമ്മൾ ആ ഒരു തലത്തിൽ ഇതെല്ലാം അപമാനിച്ച് ഒരു വീണ്ടും വിചാരമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് പിന്നെ ഇതിന്റെ ബ്ലെസ്സിങ് കിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നൊരു നല്ല കുമ്പസാരം നടത്താനുള്ള പീഡാസഹന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. 40 മിനിറ്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നിങ്ങളെ നിർബന്ധിച്ചോട്ടെ. കുറച്ചുകൂടെ മുമ്പിലേക്ക് വരാമോ? ഇത് പ്രാർത്ഥനയാണ്, അപ്പൊ വചനപ്രഘോഷമല്ല. അപ്പൊ നമുക്ക് ഈ കുർബാനയുടെ അടുത്തിരുന്ന് 1 സെക്കൻഡ് പലവിചാരം ഇല്ലാതെ സുന്ദരമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കേണ്ട അറിയാതൊന്നും കുഴപ്പമില്ല. എനിക്ക് തോന്നി മുൻഭാഗത്തൊക്കെ വന്നിരിക്കാമോ? അപ്പൊ നമുക്ക് ഈ കുർബാനയുടെ അടുത്ത് കുറച്ചുകൂടെ ജീവനോടെ ഇത് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളിവിടെ ഈ വചന ശുശ്രൂഷ ഒന്നും കൂടിയില്ല കുഴപ്പമില്ല, പക്ഷെ ഇതെനിക്ക് നിർബന്ധമാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. പറ്റുമെങ്കിൽ ആ പുറകിലുള്ളവര് അല്പം കൂടെ മുമ്പിലേക്ക് വരാമോ? നമുക്കതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ ഓർത്തിട്ടാണ്. വചനപ്രഘോഷ സമയത്തോ കുർബാന സമയത്ത് ഞാൻ നിങ്ങൾ നിർബന്ധിക്കുകയില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഇവിടെ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി അടുത്തും ഇരിക്കണം എന്നില്ല, ഒരല്പം അകലെ വിട്ടിരിക്കാം. വ്യക്തിപരമായിട്ടൊരു പീഡാസഹന ധ്യാനമാണ്. ഒത്തിരി അടുത്തിരിക്കണ്ട, കുറച്ചൊക്കെ ഇച്ചിരി അകലെ ഇരുന്നുണ്ട്. നമുക്ക് കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഞാനത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സഹായിച്ച പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി. അത് ഉത്തരവാദിത്തോടെ ചെയ്യുമ്പോൾ അപ്പൊ അത് എനിക്ക് ഉറപ്പാണ്, എന്നെ സഹായിച്ചതാണ്. ഞാൻ എല്ലാ ദിവസവും തന്നെ കുരിശിന് വഴി ചൊല്ലുന്ന ഒരു അച്ഛനും കൂടെയാണ്. ഇനി നിങ്ങളിത് ഇത്രയൊന്ന് ശ്രദ്ധിക്കും. ഒന്നിരിക്കാം, നിങ്ങൾ ഇരിക്കാൻ. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തുറന്നു. ഇനിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. അതായത് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു അവസരം ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരുക്കം കിട്ടിയവരായതുകൊണ്ടാണ്. അല്ല, ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ഒരു 8-10 കൊല്ലം സുവിശേഷ വേലയിൽ തന്നെയായിരുന്നുകൊണ്ട് ഞാൻ ഒത്തിരി മനുഷ്യരെ കണ്ടുകൊണ്ട് ഞാൻ പറയേണ്ട ഒരു ബോധ്യം പറയണത്, ചില തിന്മകൾ ഇങ്ങനെ നുഴഞ്ഞു കയറി നമ്മളെ ഇങ്ങനെ അവകാശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒത്തിരി മേഖലയുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ട് കിട്ടും. ഉദാഹരണം പറയാം, ഉത്തിരിപ്പ് കട ഒരു മേഖലയാണത്. എന്ന് പറഞ്ഞാൽ നേർച്ച നേർന്ന് മുടങ്ങി ഇങ്ങനെ കിടക്കാണ്. അതൊരു വലിയ മേഖല. സങ്കീർത്തനം 116 എന്താണ്? കർത്താവിനുള്ള നേർച്ചകൾ നിറവേറ്റണം, അവനോടുള്ള വാഗ്ദാനങ്ങൾ ഭംഗം വരുത്തല്. നമ്മൾ ചുമ്മാ എന്തിനങ്ങ് നേരും, പിന്നെ ഒന്നും നിറവേറ്റിയല്ല. അല്ല, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണീരിന്റെ കടം.
അതൊരു മേഖല. പിശാചിന് ഒരു മനുഷ്യാത്മാവിനെ അള്ളിപ്പിടിച്ച് അവന്റെ മീതെ അധികാരം സ്ഥാപിക്കുന്ന ഒരു കണ്ണുനീര്, അതിലെ അശുദ്ധി അങ്ങനെ തലമുറയോട്ട് കിടക്കാണ്. ആസക്തി, അശുദ്ധി, ഈ പറഞ്ഞിട്ടുള്ള ആ അശുദ്ധിയുടെ ഒരു ബന്ധനം. ലേവ്യർ 26:13 നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുഖത്തിന്റെ കയറ് പൊട്ടിച്ചു കളാം. ജർമ്മനി 30:8 അന്ന് അവന്റെ ഭാരം തോളിൽ നീങ്ങിപ്പോകട്ടെ. നാഹും 1:13 അന്ന് അവന്റെ ഭാരം ഛേദിക്കപ്പെട്ട് കളാം. ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇതൊരു ബന്ധനമാണ്, മോചനമില്ലാത്ത മേഖല. അതല്ലെങ്കിൽ ഇപ്പോ വെറുപ്പിന്റെ കെട്ട്, അതല്ലെങ്കിൽ നിരാശയുടെ കെട്ട്, ആത്മഹത്യ ചെയ്യണം അങ്ങനത്തെ തോന്നൽ, എപ്പോഴും അങ്ങനത്തെ ചിന്ത, ഡിപ്രഷൻ. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 1-ാം പ്രമാണ മേഖല. ഞാനിത് പറയുന്നതിന് കാരണം ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു പരിഹാര ആരാധന. 33 ദിവസം കുരിശിന്റെ വഴിയിൽ ഒരുക്കിയിട്ട് 3 മണിക്കൂർ കുർബാന എടുത്ത് വെച്ച് ഈ ഡെലിവറൻസിന്റെ മിനിസ്ട്രിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. പിതാവ് അതിന് വേണ്ടിയിട്ട് എന്നോട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഡോക്ടർ, അദ്ദേഹം സർജറിക്കിടെ രോഗി മരിച്ചുപോയി. പിന്നെ കേസ് പ്രശ്നങ്ങൾ, അങ്ങനെ നല്ല ഫേമസ് ഡോക്ടറായിരുന്നു. പിന്നെ ഈ മനുഷ്യന് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ടും ഇയാളുടെ കൈവറയ്ക്കാണ്. അപ്പൊ ഇതേപോലെ ഒരു പ്രതിസന്ധി ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കാണ് ഒരു ഡെലിവറൻസിന്റെ അഡോറേഷൻ കഴിഞ്ഞു, പിന്നെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു പോയത് ഞാൻ ഓർക്കാണ്. എന്തോരം രോഗികളെയാണ് അദ്ദേഹം സൂക്ഷിച്ചത്. ഈ 1 വർഷം ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ മേഖലകളുണ്ട്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ഒരു 14 സ്ഥലം, ഈശോയുടെ രക്തം വീണ 14 സ്ഥലം, അത് 14 നിങ്ങൾ ഇങ്ങനെ ജീവനോടെ തൊടണം, കാണണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതത്തിന്റെ 3 വർഷങ്ങളിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും മീതെയുള്ള അത്ഭുതമായിരുന്നു അവന്റെ പീഡാസഹനം, അവന്റെ കുരിശുമരണം. എന്റെ ദൈവമേ, അത് നിങ്ങളൊന്ന് അനുഭവിച്ച്, അതായത് ആ പീഡാസഹനത്തിനകത്തൂടെ നിങ്ങളുടെ മനസ്സൊന്ന് ജീവനോടെ ചലിച്ചെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാനെ. എനിക്ക് അത്ര ഉറപ്പുള്ള ഒരു കാര്യമാണത്. അഗസ്തീനോസ് പറഞ്ഞൊരു വാചകം, അഗസ്തീനോസ് വേദപാരംഗതൻ, സഭാപിതാവ്, അദ്ദേഹം പറയാണ്, നീ 1 വർഷം ഉപവാസം എടുക്കുന്നത് മെച്ചമാണ് കുരിശിന്റെ വഴിയിൽ നിന്റെ ഒരു തുള്ളി കണ്ണീര് വീണാൽ മതി. 1 വർഷം ഉപവാസം എടുക്കുന്നതിന് കഴിഞ്ഞ് മെച്ചമാണ് ഒരു കുരിശിന്റെ വഴി കണ്ണീരോടെ നീ ചൊല്ല്, ജീവിതത്തെ തൊട്ട് ചൊല്ല്. അതല്ലെങ്കിൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയാണ്, നിനക്ക് ആത്മീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കണം, ലിഗോരി പുണ്യാണ്, നിനക്ക് ആത്മീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കണമോ കുരിശിന്റെ വഴി ചൊല്ലാതെ രക്ഷയില്ല. അദ്ദേഹം എന്നും കുരിശിന് വഴി ചൊല്ലുന്ന ആളായിരുന്നു. ആരാണ്? വിശുദ്ധ അൽഫോൺസ് ലിഗോരി. അഗസ്തീനോസ് എന്താണ് പറഞ്ഞത്? ഉപവാസത്തെ കഴിഞ്ഞ് മെച്ചമാണ് കണ്ണീരോട് കുരിശിന് വഴി ചൊല്ലുന്നത്. ഫൗസ്റ്റീൻ എന്തായിരുന്നു പറഞ്ഞത്? സൂര്യപ്രകാശം നിൽക്കുമ്പോൾ, ഓർക്കുന്നില്ലേ, രാവിലെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ബെർണാഡ് എന്താണ് പറഞ്ഞത്? മനസാക്ഷിയുടെ മുറിവുണക്കാനും ആത്മാവിന്റെ കറയകറ്റാനും പീഡാസഹന ധ്യാനത്തെക്കാൾ വലിയ ഔഷധമില്ല. അതല്ലെങ്കിൽ വേദപണ്ഡിതനായ ഒറിജിൻ, അദ്ദേഹം പറയാണ്, ഈശോയുടെ കുരിശുമരണം അരങ്ങേറുന്ന മനസ്സിൽ പാപം പ്രവേശിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. നമ്മൾ ആദ്യം കുർബാന എടുത്തു വെച്ചിട്ട് കുരിശിന്റെ വഴിയുടെ പാട്ടുകൾ 4 വരി പാടുള്ളൂ. എന്നിട്ട് മുട്ട നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ട നിൽക്കണം. ആ സമയത്ത് അച്ഛനെ പരിശുദ്ധാത്മ പ്രചോദിപ്പിക്കുന്ന പോലെ ആ നിമിഷത്തെ അച്ഛൻ നിങ്ങളെ ധ്യാനിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ 40 മിനിറ്റിൽ പല വിചാരമില്ലാതെ നിങ്ങൾ പങ്കെടുത്താൽ നിശ്ചയമായും ജീവിതത്തിൽ ഇന്ന് വരെ കുമ്പസാരിക്കാൻ പറ്റും. ഞാൻ പറയണത് പോലെ ചെയ്താൽ. ഞാനിത് ഒരുപാട് അനുഭവിച്ച ആളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുരിശിന്റെ വഴിയുടെ 14 രക്തം വീണ സ്ഥലവും അങ്ങനെ മുട്ടുകുത്തി ഒപ്പിയെടുത്തിട്ട് ആ വീണ രക്തത്തോട് ഈ മേഖലയിൽ എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ തലമുറയിലോ പിശാച് ഭരിക്കാൻ ഒരു അധികാരം ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനായിരിക്കില്ല, ആ രക്തം ഒന്ന് മായ്ച്ചു കളയട്ടെ. ഈശോയുടെ രക്തം അതിനെ എടുത്തു കളയട്ടെ. അങ്ങനെ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ.
എന്നിട്ട് ഇന്ന് കുമ്പസാരിച്ച് നല്ലൊരു അഭിഷേകത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയറാണോ? വ്യക്തമാണോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തിരി കത്തിക്കാവൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏകാഗ്രത അതിൻ്റെ ആഴത്തിൽ കിട്ടണം. അപ്പോൾ ഒരു ഫ്രീഡം ഒക്കെ വേണം. അപ്പോൾ തൊട്ടടുത്തൊന്നും ഇരിക്കണമെന്നില്ല. പക്ഷെ കുർബാനയുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ ഈ കുർബാന തരാൻ വേണ്ടിയായിരുന്നു ഈ രക്തം ഒഴുകിയത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്നേഹകൂദാശയുടെ മുമ്പിലിരുന്ന് അതിൻ്റെ ചരിത്ര വഴികളിലൂടെ കടക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഈശോ രക്തം വീർക്കുന്നു. ലോകപാപങ്ങളുടെ മുഴുവൻ ഭാരവും ഇങ്ങനെ ചങ്കിലേക്ക് തറച്ചപ്പോൾ അവന്റെ രോമകൂപങ്ങളിൽ നിന്ന് ചുടുചോര ഒഴുകുവാണ്. പത്രോസ് ചൂട് കിട്ടാൻ വേണ്ടി അടുപ്പിന്റെ അകത്ത് കയറിയ രാത്രി ഇവിടെ ഒരാൾ വിയർക്കുന്നു. ഉണ്ടോ? നമ്മൾ അവിടെ തുടങ്ങുവാണ്. അങ്ങനെ 14 ഇടങ്ങളിൽ അനുഭവിക്കേണ്ട മേഖല അച്ഛൻ പറയും. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ഈ ഒരു തിന്മയ്ക്ക് അടിമയാണല്ലോ, ചിലപ്പോൾ നിങ്ങളായിരിക്കണമെന്നില്ല, ആ വ്യക്തിയുടെ മീതെ ആ രക്തം വീഴാൻ ആഗ്രഹിച്ചേക്ക്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റുണ്ട്, ദൈവം എന്നെ ആ രക്തം കൊണ്ട് കഴുകാൻ വേണ്ടി ആഗ്രഹിക്കും. അങ്ങനെ ഈ ഒരു 30-40 മിനിറ്റ് സമയം മാക്സിമം സുന്ദരമായി കർത്താവ് നമ്മളെ നയിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുവാണ്. നിങ്ങൾ ഈ വിശ്വാസ പ്രമാണത്തിൽ ആത്മാർത്ഥ കാണിച്ചത് മുഴുവൻ നടത്തും. ഈ വിശ്വാസ പ്രമാണം നിങ്ങൾ പല വിചാരം ഇല്ലാണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ ഇത് മുഴുവൻ പോകും. അങ്ങനെ വിശ്വസിച്ചു. കണ്ണടയ്ക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രനും ഞങ്ങൾ കർത്താവുമായ യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടുകുത്താം. നമ്മൾ പാട്ട് പാടുമ്പോൾ സാധാരണ ചേർന്നത് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് ആരോഗ്യമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധ പോകരുത്. പിന്നെ കുർബാനയുടെ മുമ്പിലായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെയില്ല, കുരിശിൻ്റെ വഴി ഇങ്ങനെ പള്ളികളുടെ ചുറ്റും ചെല്ലാറുണ്ട്. അങ്ങനെയില്ല, നേരെ കുർബാനയുടെ മുമ്പിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക ഈ സമയത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പരിശുദ്ധ കുർബാന എടുത്ത് വെക്കാനുള്ള പാട്ട് പാടുന്നു. കുർബാന എടുത്ത് വെച്ചാൽ ഉടനെ നമ്മൾ കുരിശിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടെങ്കിൽ ഈ ഈശോ മിശിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, ആ സമയത്ത് വേണമെങ്കിൽ അതിലെ കുരിശ് രൂപത്തിലൊന്ന് ചുംബിക്കാൻ നല്ലതാണ്. സാധാരണ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് ആ കുരിശിലൊന്ന് ചുംബിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മന്നിടത്തിനു ജീവനീയ സ്വർഗ്ഗപൂജ്യം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഗത്സമൻ തോട്ടത്തിൽ മരങ്ങൾക്കിടയിൽ മുട്ടുമ്മ വീണ് ചോരവാർന്നൊഴുകി കരയുന്ന ഈശോയുടെ തൊട്ടരികിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ആ മാലാഖയുടെ ഓരം പറ്റി തൊട്ടടുത്താണ്. എന്നിട്ട് നിങ്ങൾ ആ ഈശോയോട് പറ, ഞാനിപ്പോ നിന്റെ ഒഴുകപ്പെട്ട രക്തത്തുള്ളികളുടെ വഴിയെ
നടക്കാൻ പോവാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും തലമുറയിലും എവിടെങ്കിലും എന്തെങ്കിലും സാത്താൻ ഒരവകാശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെ എൻ്റെ പ്രാർത്ഥനയും നിന്റെ പരിശുദ്ധ രക്തത്തിൻ്റെ വലിയ കൃപയും എന്നെ രക്ഷിക്കട്ടെ, എന്നെ സഹായിക്കട്ടെ. നമുക്ക് പ്രാരംഭ ഗീതം ആലപിച്ച് ഈ പരിശുദ്ധമായ പീഡാസഹനത്തിലേക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. നമ്മൾ നിന്നുകൊണ്ട് തന്നെ കണ്ണുകളടച്ച് ആ ഗത്സമനിലെ കർത്താവിന്റെ തൊട്ടടുത്ത് നിന്ന് പിലാത്തോസിന്റെ അരമന മുതൽ ഗാഗുൽത്ത വരെ ഒഴുകപ്പെട്ട ആ രക്തപാത, ആ ചോര വീണ വഴി കൂടെ നടക്കാൻ പോവാണ്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ. മുട്ടുകുത്താം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണടയ്ക്കണേ. ഈശോയുടെ കൂടെയാണേ. 4 കോടതി മുറിയിലെ വിചാരണയ്ക്ക് ശേഷം പീലാത്തോസ് ഈശോയെ മരണത്തിന് വിധിച്ചു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. അവന്റെ ജീവിതം മനുഷ്യന്റെ നീതിപീഠത്തുലാസിൽ തൂങ്ങിയാണപ്പെടുന്നു. ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. 12-ാം വയസ്സിൽ വേദസാക്ഷികളോട് തർക്കിച്ച നാവ് ഇപ്പോ ഒരക്ഷരം പറയുന്നില്ല. 2 കൊറിന്തോസ് 5:21 നാമെല്ലാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. മക്കൾ, ഈ സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും വിശുദ്ധ കൂദാശകളെ അവഹേളിച്ചെങ്കിൽ, വിശുദ്ധ സ്ഥലങ്ങൾ, വിശുദ്ധ വ്യക്തികൾ, വിശുദ്ധ ദിവസങ്ങൾ, പരിശുദ്ധ കൂദാശകൾ, ജീവിതത്തിൽ എന്തെങ്കിലും എവിടെങ്കിലും നമ്മളിലോ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ തലമുറയിലോ ആരെങ്കിലും സത്യകൂദാശകൾ അവഹേളിച്ചതിന്റെ കടം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് മനസ്തപിച്ച് കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നിടുന്നു ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു, നീങ്ങുന്നു ദിവ്യനാഥൻ നിന്നരം നിറയും നീരത്തിലൂടെ. 2-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുകൾ അടയ്ക്കണേ. പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഈശോയുടെ ശരീരം വലിച്ച് ഇറക്കപ്പെടുകയാണ്.
കാൽവരിയിലേക്ക് ഭാരപ്പെട്ട ഒരു മരക്കുരിശ് അവന്റെ തോളോട് ചേർത്ത് കെട്ടപ്പെട്ടു. അവനിപ്പോ സഞ്ചരിക്കുന്നൊരു കുരിശുമരമായിട്ട് മാറി. സഞ്ചരിക്കുന്നൊരു കുരിശുമരം. വിറക് കെട്ടും ചുമന്ന് മോറിയ മല കയറുന്ന ഇസ്ഹാക്കിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പാപപരിഹാരത്തിന്റെ കോലാട്ടിനെ മരുഭൂമിയുടെ വിജനതയിലേക്ക് കടത്തിവിടുന്ന യഹൂദനെ കണ്ടിട്ടില്ലേ? ഇവിടെ ഇതാ എന്റെ പാപത്തിന്റെ വിഴുപ്പ് എടുത്ത് ഇടറുന്ന പാദങ്ങളോടെ ശിരസിൽ നിന്നൊഴുകുന്ന രക്തം ധാരധാരയായി കല്ലും ചേറും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ വഴിയിൽ എന്റെ ഈശോയെ, ഞാൻ നിന്റെ കൂടെ നടക്കാം. ആ പരിശുദ്ധ രക്തം. മക്കൾ, നിങ്ങൾ ഈ സമയത്ത് മദ്യാസക്തി, ലഹരി, ഈ ഒരു മേഖല ജീവിതത്തിൽ എന്തെങ്കിലും എവിടെങ്കിലും അങ്ങനെ ഒരു ആസക്തിയിൽ അടിപ്പെട്ട് നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ജീവിക്കുന്നുണ്ടെങ്കിൽ, സാത്താന് ഒരവസരമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, ആ മേഖലയ്ക്ക് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും പെരുവഴിയിൽ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു. കണ്ണടയ്ക്കണ. നിങ്ങളുടെ മനസ്സ് മറ്റെവിടേക്കും പോവരുത്. ഒരു വലിയ അനുതാപത്തിലൂടെ കർത്താവ് നമ്മളെ സഹായിക്കുക. മൂന്നാം സ്ഥലം, ഭാരപ്പെട്ട കുരിശിന്റെ കഠിനമായ ഭാരം താങ്ങാനാവാതെ കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും മലപിരിച്ച വഴിയിൽ അവൻ മുഖം കുത്തി നിലത്ത് വീണു. കുരിശിന്റെ ഭാരത്താൽ ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ ആരെങ്കിലും ഈ കുരിശുമരം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ. 38 സങ്കീർത്തനം 4, അവരുടെ അകൃത്യങ്ങളുടെ ഭാരം എനിക്ക് വഹിക്കാനാവാത്ത ചുമടായിപ്പോയി. അവരുടെ അകൃത്യങ്ങളുടെ ഭാരം എനിക്ക് വഹിക്കാനാവാത്ത ചുമടായിപ്പോയി. എൻ്റെ ദൈവമേ, അങ്ങയുടെ മഹാസങ്കടം നിറഞ്ഞ വീഴ്ചയോട് ചേർന്ന് ഞാൻ എൻ്റെ പാപങ്ങൾ ചേർത്ത് വെച്ച് മാപ്പിയുദിക്കും. നിന്റെ തിരുരക്തം ഒഴുകി കട്ടകെട്ടുന്ന സ്ഥലത്ത് ഞാൻ അനുതപിക്കാം. പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാം പ്രമാണ മേഖല, നിന്റെ ദൈവമായ കർത്താവ് സത്യവിശ്വാസത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ, മന്ത്രവാദത്തിന്റെയോ കൂടോത്രത്തിന്റെയോ ആഭിചാരത്തിന്റെയോ ഏതെങ്കിലും മേഖലകൾ നമ്മളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മയ്ക്ക് ഒരു അവകാശം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് അവന്റെ കുരിശിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തം ആ മേഖല മുഴുവൻ ഏറ്റെടുക്കട്ടെ, ആ മേഖല മുഴുവൻ വിശുദ്ധീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വഴിയിൽ കരഞ്ഞു വന്നോരമ്മായി തനയൻ തിരിഞ്ഞു നോക്കി, സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കൂരമ്പോ താടിറങ്ങി. നാലാം സ്ഥലം,
ഈശോ മിശിഹ തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 4-ാം സ്ഥലം, കണ്ണടയ്ക്കണേ. ഈശോ മാതാവിനെ കാണുന്നു. മാതൃസ്നേഹം പുത്രസഹനത്തിന്റെ മുമ്പിൽ സ്തംഭിച്ചു പോയ നിമിഷമാണ്. മാതാവിന്റെ തൊട്ടടുത്ത് നിന്ന് നിങ്ങൾ ആ രംഗം കാണുന്നുണ്ട്. അമ്മ മേരി തന്റെ ഏകപുത്രനെ കണ്ടു. അവളുടെ ചോരയാണ് വഴിയിലൂടെ ഒഴുകുന്നത്. അവളുടെ മാംസത്തിലേക്കാണ് മരക്കുരിശ് ചാർത്തപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുനാളിൽ അവനെ വാരിയെടുത്തുമ്മ വെച്ച ഓർമ്മകൾ മാത്രം ബാക്കി. ഈശോ ചോര കൊണ്ട് മൂടിയ കണ്ണു തുറന്ന് അമ്മയെ നോക്കുന്നു. ഈശോ പറയാതെ പറയുന്നൊരു വചനമുണ്ട്. അമ്മ എന്തിനെന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനല്ലേ? അമ്മേ, തിരുരക്തം ഒഴുകുന്ന വഴിയിലൂടെ നടക്കുന്ന അമ്മേ, ഈ സമയത്ത് ആ ചുടുരക്തം എൻ്റെ തലമുറകളിലേക്കും കുടുംബങ്ങളിലേക്കും വിശുദ്ധിയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ എവിടെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരിന്റെ കടങ്ങളിലൂടെ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധ രക്തം, ഈശോയുടെ പരിശുദ്ധ രക്തം, സുഖപ്പെടുത്തുന്ന രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, നിങ്ങളെ വീണ്ടെടുക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോർ തുണച്ചിടുന്നു. നാഥനെ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. 5-ാം സ്ഥലം, ശമയോൻ ഈശോയെ സഹായിക്കുന്നു. മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുകളടച്ച് 5-ാം സ്ഥലത്തേക്ക് നമ്മുടെ ധ്യാനം വളരുകയാണ്. ശമയോൻ ഭാഗ്യപ്പെട്ട ആ മനുഷ്യൻ ആ സമയത്ത് അവന്റെ കുരിശിന്റെ ഭാരം താങ്ങാൻ ഓടി വന്നു. ഈശോയുടെ മുൾക്കിരീടത്തിൽ നിന്നും കുരിശിലൂടെ ഒഴുകുന്ന രക്തം ശമയോന്റെ തോളിൽ വന്ന് പതിക്കുന്നത് നിങ്ങൾ കാണണമേ. എന്തൊരു ഭാഗ്യമാണ്! 12 അപ്പോസ്തലന്മാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അവന്റെ കുരിശ് ചുമക്കുക, അവന്റെ തിരുരക്തം കൊണ്ട് കുതിരുക. ഓ, എന്ത് രസമാണ്! നിങ്ങൾ ആ ഒരു നിമിഷത്തെ മാത്രം ഒന്ന് മനസ്സിൽ കണ്ടേ. വലിയ വിശുദ്ധീകരണം ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒത്തിരി കുടുംബങ്ങളിൽ ഈശോയുടെ തിരുരക്തം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവേ, ആ പരിശുദ്ധ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ശമയോൻ ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഓർമ്മപ്പെടുത്തലാണല്ലോ. മക്കളെ, പ്രത്യേകിച്ച് ഈ സമയത്ത് ഉപേക്ഷയുടെ പാപം. യാക്കോബ് 4-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ചെയ്യേണ്ട നന്മ അറിഞ്ഞിട്ടത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ബോധപൂർവ്വം ഉപേക്ഷ കാണിക്കുകയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകില്ല, കുമ്പസാരിക്കില്ല, പ്രാർത്ഥിക്കണം എന്നറിയാം, പ്രാർത്ഥിക്കില്ല, കുരിശ് വരയ്ക്കില്ല. ബോധപൂർവ്വം ഉപേക്ഷ കൊണ്ട് വന്ന പാപചരിത്രങ്ങളെ മുഴുവൻ ഈശോയുടെ രക്തം വായിക്കട്ടെ. ആ മേഖല ഈശോ ഏറ്റെടുക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വാടിത്തളർന്നു നാഥന്റെ കണ്ണുകൾ താഴുമങ്ങി
തൂകിയ ദിവ്യാനനം തുടച്ചു. ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കൊപ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുകൾ അടയ്ക്കണേ, ചിന്തകൾ ആഴപ്പെടട്ടെ. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. ഈ സമയത്ത് വെറോനിക്ക കണ്ടതുപോലെ ഈശോനെ കാണാൻ ഈ സമയത്ത് നിങ്ങൾ ഒത്തിരി പേർക്ക് സാധിക്കുന്നുണ്ട്. അവൾ കണ്ടു, മുഖം ചതഞ്ഞരഞ്ഞുപോയൊരു മനുഷ്യൻ, ശിരസിൽ കൂർത്ത മുള്ളുകൊണ്ടൊരു കിരീടം, തലയോടിൽ നിന്ന് രക്തമൊഴുകി, പുരികം മൂടി, കണ്ണു മുറിഞ്ഞ്, മൂക്ക് തകർന്ന്, ചുണ്ടുകൾ പൊട്ടി, പല്ലുകൊഴിഞ്ഞ്, താടിരോമങ്ങളിൽ രക്തവും ചേറും കട്ട പിടിച്ച്, അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. പട്ടാളക്കാരുടെ ഉരുക്കു കോട്ട ഭേദിച്ച് അവന്റെ തൊട്ടടുത്ത് ചെല്ലാനുള്ള അപകടകരമായൊരു ധൈര്യം വെറോനിക്ക, ഭാഗ്യപ്പെട്ട വെറോനിക്ക. അവൾ തന്റെ തൂവാലയെടുത്തു, ആ തിരുമുഖം ഒപ്പിയെടുത്തു. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ. താബോറിന്റെ വെരിമാറിൽ പ്രകാശം നിറഞ്ഞ മുഖത്തിന്റെ കാന്തി അങ്ങാർക്കും കൊടുത്തില്ല. ഓശാന വെളികളിൽ തേജോമയമായ മുഖത്തിന്റെ കാന്തി അങ്ങാർക്കും കൊടുത്തില്ല. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ അത്ഭുതപ്പെടുത്തുന്ന സ്നേഹം അങ്ങയുടെ തിരുമുഖത്തിന്റെ തിരുരക്ത ഛായ അങ്ങ് കൊടുത്തല്ലോ. നിങ്ങൾ ആ നിമിഷത്തെ ഇങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചേ. നിങ്ങൾ ആ നിമിഷത്തിൽ മാത്രം കണ്ണു നട്ടിരുന്നേ. വെറോനിക്ക മൂന്നാമത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ക്ലമന്റിന്റെ കയ്യിൽ ഈ തൂവാല ഏൽപ്പിച്ചു എന്നാണ് സഭയുടെ പാരമ്പര്യം. ആ നിമിഷത്തെ മാത്രം ഒന്ന് ഓർത്തെടുത്ത്, എന്നിട്ട് ദൈവസന്നദ്ധിയിൽ പ്രതികാരത്തിന് ആവശ്യപ്പെടുന്ന 4 മേഖലകളുണ്ട്, 4 പാപങ്ങൾ. പ്രകൃതി വിരുദ്ധ മോഹപാപം, മനഃപൂർവ്വമുള്ള കൊലപാതകം, അനാഥർ വിധവകൾ പരദേശികൾ ഉപദ്രവിക്കൽ, ജോലിക്കാർക്ക് മാന്യമായ വേതനം കൊടുക്കാതിരിക്കൽ. നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ തലമുറയിലോ എന്നെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും തിന്മയ്ക്ക് ഒരു അധികാരമായി ഈ മേഖല അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉച്ചവേയിൽ പൊരിഞ്ഞു ദുസ്സഹമർദ്ദനത്താൽ വലഞ്ഞു, ദേഹം തളർന്നു താഴു, രക്ഷകൻ വീണ്ടും നീലത്തു വീണു. 7ാം സ്ഥലം, ഈശോ മിശിഹ 2ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്കൊപ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അത് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുകളടച്ച് 7ാം സ്ഥലത്തേക്ക് നമ്മൾ നടക്കുകയാണ്. ഭാരപ്പെട്ട കുരിശിന്റെ ആധിക്യം നിമിത്തം വീണ്ടും മുഖം കുത്തി നിലത്ത് പൂഴിമണ്ണിൽ ആണ്ടുകിടക്കുന്ന എൻ്റെ ദൈവം. വിശുദ്ധ ബെർണാഡ് എല്ലാ ദിവസവും കുരിശിലൂടെ ചൊല്ലുമായിരുന്നു. ഒരു ദിവസം ബെർണാഡ് 7ാം സ്ഥലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ആഞ്ഞ് കുരിശുകൊണ്ട് വീഴുന്ന രംഗം പ്രത്യക്ഷപ്പെട്ടു. ശിരസിലെ മുൾക്കിരീടത്തിലേക്ക് മരക്കുരിശ് ആഞ്ഞു വീണപ്പോ മുൾക്കിരീടത്തിൽ ഒരു കൂർത്ത മുള്ള് ശിരസിലേക്ക് തലയോട്ടിയിലേക്ക് ആഞ്ഞു കയറി
ഈശോ വാവിട്ട് കരഞ്ഞു. ആ കരച്ചിലിന്റെ ആധിക്യത്തിൽ തുറന്നുപോയ വാ കോടിപ്പോയി തിരിച്ച് കിറി കൂട്ടാൻ പറ്റി ഈശോയ്ക്ക്. ബെർണാഡിന് ഇത് കണ്ട് സഹിച്ചില്ല. ബെർണാഡ് ഇരിക്കുന്നിടത്ത് ഓടിച്ചെന്ന് ഈ കുരിശ് തള്ളി മാറ്റിയിട്ട് ആ മുള്ളു വലിച്ചെടുക്കാൻ നോക്കി. വേദന കൊണ്ട് പിടയുന്ന ഈശോയോട് ബെർണാഡ് ചോദിച്ചു, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ഇത്രമാത്രം സഹിക്കാൻ നീ എന്തു കുറ്റാ ചെയ്തേ? ഈശോ പറഞ്ഞു, ബെർണാഡ്, സ്നേഹം സ്നേഹം എന്റെ സ്നേഹമായിരുന്നു എന്റെ കുറ്റം. എന്റെ സ്നേഹമായിരുന്നു എന്റെ കുറ്റം. ആ സ്നേഹത്തെ മറന്നുപോയ എല്ലാ നിമിഷങ്ങൾക്കും മാപ്പ്. കർത്താവെ, എൻ്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ വഴികളിൽ ആ സ്നേഹത്തെ മറന്ന് ഞാൻ കാണിച്ച എല്ലാ മേഖലകളും, അവിശ്വസ്തത എന്നൊരു മേഖലയ്ക്ക് മാപ്പ് ചോദിക്കണമെന്ന് ഈശോ പറയുന്നു. നമ്മളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ബന്ധുക്കളിലോ ജീവിത വിശ്വസ്തതയ്ക്ക് പകരം തിന്മയ്ക്ക് ഒരവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാപ്പിരുന്ന് മനസ്തപിച്ച് 7-ാം സ്ഥലത്ത് ഒഴുകിയിറങ്ങിയ പരിശുദ്ധ രക്തം ഈ സമയത്ത് ആ മേഖല മായിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഊർഷ്ലീമിൻ പുത്രിമാരേ, നിങ്ങളിൽ എന്നെ ഓർത്തെന്തിനേവം കരയുന്നു നിങ്ങളെയും സുതരെയും ഓർത്തോർത്തു കേടുകൊള്ളുവിൻ. 8-ാം സ്ഥലം, ഈശോ മിശിഹ ഓറസ്ലം നഗരിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചു. കണ്ണു നിറഞ്ഞ് കണ്ണടച്ച് ഓറസ്ലമിന്റെ തെരുവോരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഭക്ത സ്ത്രീകൾ ഓടി വരുന്നു. ഈശോ പറഞ്ഞു, എന്നെ ഓർത്ത് കരയല്ലേ, നിങ്ങളെ, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയരുതേ എന്ന് പറഞ്ഞവൻ, കരയുന്നവരുടെ മുഴുവൻ കണ്ണീരൊപ്പിയവൻ അവസാനം പറഞ്ഞു, കരയണം കരയണം. എന്താ ഈശോ അങ്ങനെ പറഞ്ഞത്? അതിന് കാരണമുണ്ട്. പ്രഭാതത്തിൽ അവരുടെ മക്കള് പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ പതിച്ചോട്ടെ, ബറാബാസിനെ മോചിപ്പിക്കെ, അവനെ കുരിശുമരണത്തിന് വിട്ടുകൊടുക്ക. സമ്മതം കൊടുത്തതാണ്. ഇനി കരയാതെ തരവില്ല. മക്കളെ, ഓരോ പാപവും നാശത്തിനുള്ള സമ്മതം കൊടുക്കലാണ്. ഇനി കരയാതെ തരമില്ല. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മഹാപരാധങ്ങൾക്ക് മാപ്പ്. പ്രത്യേകിച്ച് അർഹതയില്ലാത്തത് കയ്യിൽ വന്നപ്പോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ മേഖലയാണ് മക്കളത്. കളവ്, അർഹതയില്ലാത്ത വ്യക്തികൾ, അർഹതയില്ലാത്ത സമ്പാദ്യം, അർഹതയില്ലാത്ത വസ്തുക്കൾ, അർഹതയില്ലാത്തത് കയ്യിൽ വന്നപ്പോ യൂദാസ് പോലും അത് വലിച്ചെറിയാനുള്ള തന്റെ ഇടം കാണിച്ചു. ജീവിതത്തിൽ എന്തെങ്കിലും അർഹതയില്ലാത്തൊരു തരിയെങ്കിലും നമ്മൾ അവകാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തിന്മയ്ക്കതൊരു അധികാരം. മാപ്പ് ചോദിക്കണേ, പരിഹാരം ചെയ്യണമേ, പ്രായശ്ചിത്തം ചോദിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൈകാലുകൾ കുഴഞ്ഞു, നാഥന്റെ തിരുമൈ തളർന്നുലഞ്ഞു, കുരിശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നു ദൈവപുത്രൻ. 9-ാം സ്ഥലം, ഈശോ 3
മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുകളടച്ച് 38 സങ്കീർത്തനം 4. അവരുടെ അകൃത്യങ്ങളുടെ ഭാരം എനിക്ക് താങ്ങാനാവാത്ത പ്രഹരമായിരുന്നു. എനിക്ക് താങ്ങാനാവാത്ത ചുമടായിപ്പോയി. കുരിശിന്റെ മഹാഭാരത്താൽ ഇടറി വീഴുന്നെന്റെ ദൈവമേ, കല്ലും മണ്ണും ചാറും പാറക്കഷ്ണങ്ങളും ശരീരത്തിന്റെ മുറിവുകളിലേക്ക് കുത്തിക്കയറുമ്പോ ചങ്കു തുളയ്ക്കുന്ന വേദനയിൽ ആണ്ടുപോകുന്ന എന്റെ ഈശോ, ഈ സമയത്ത് ആ മണ്ണിൽ ഒഴുകുന്ന പരിശുദ്ധ രക്തം ചുംബിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അഹന്ത എന്നൊരു പാപത്തെ ഓർത്ത് മാപ്പ് ചോദിച്ച് ജീവിതത്തിന്റെ അഹന്ത, ദൈവഭയമില്ലാതെ ജീവിച്ച കാലഘട്ടം, ധിക്കാരത്തിൽ പലതും സംസാരിച്ചു കൂട്ടിയത്, അഹങ്കാരത്തിൽ പലരെയും കീഴ്പ്പെടുത്തി പലരുടെയും കണ്ണീരിന് കാരണമായത്, മാപ്പ് ചോദിക്ക്, പ്രായശ്ചിത്തം ചെയ്യ്, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. യാത്ര കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കളൊന്നായൊരിഞ്ഞു നീക്കി. 10-ാം സ്ഥലം. ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണടച്ച് കുരിശിന്റെ വഴിയുടെ യാത്ര കഴിഞ്ഞു. അവൻ ബലിത്തറയിലെത്തി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 4 സമയമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ശ്രദ്ധ നിങ്ങൾക്ക് ഇരട്ടിയാവണം. ഗാഗുൽത്തായിലെത്തിയപ്പോ അവർ അവിടത്തേക്ക് മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. കയ്പ്. മക്കളെ, ചമ്മട്ടി കൊണ്ട് മർദ്ദിച്ചപ്പോ പരിക്കു പറ്റാത്ത ഏക അവയവം അവന്റെ നാവായിരുന്നു. ആ നാവിന് പറ്റിയ പീഡ, കയ്പ്. എന്നിട്ട് കശാപ്പുകാര് മൃഗത്തിന്റെ തോലുരിയുന്നത് പോലെ അവർ അവന്റെ മനുഷ്യ മഹത്വം പറിച്ചെടുത്തു. ഉൽപ്പത്തി പുസ്തകം 3:21, പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം തോൽവസ്ത്രം ഉണ്ടാക്കി ധരിപ്പിച്ചു. ഇവിടെ ഇതാ ലോകപാപങ്ങളുടെ മുഴുവൻ ഭാരവും നഗ്നതയായി മാറിയവന് ഉടുതുണിയില്ല. മക്കളെ, നമ്മൾ ജീവിതത്തിൽ ശരീരത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങൾക്കുള്ള പരിഹാരമാണിത്. ശിരസ് മുതൽ പാദം വരെ പരിപൂർണ നഗ്നനായി ദൈവത്തിന്റെ കുമാരൻ. മക്കൾ, നിങ്ങൾ ആഴമായിട്ട് അനുഭവിക്കണം. ശരീരത്തിന്റെ ആസക്തികൾ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, ജഡിക പാപത്തിന്റെ, മ്ലേച്ഛ പാപത്തിന്റെ, ബ്ലൂ ഫിലിമിന്റെ, പോർണോഗ്രഫിയുടെ, അവിശ്വസ്തതയുടെ, ദൈവമേ, ആസക്തി ഭരിക്കുന്ന എന്റെ ശരീരത്തിന് നീ പരിഹാരം ചെയ്തത് ഞാൻ അറിയുന്നു. അശുദ്ധി എന്നൊരു പാപാവസ്ഥയിൽ ഞാനോ എൻ്റെ വീട്ടിൽ ആരെങ്കിലുമോ എൻ്റെ ബന്ധുക്കളെ ആരെങ്കിലുമോ തിന്മയ്ക്കൊരു വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. ആ ബലിത്തറയിൽ ഒഴുകിയിറങ്ങുന്ന നിന്റെ പരിശുദ്ധ രക്തം ഈ തിന്മയ്ക്ക് പരിഹാരമാണെന്നും എന്നെ വീണ്ടെടുക്കുമെന്നും ഉറച്ചു വിശ്വസിച്ച് കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
കുരിശിൽ കീഴത്തിയിടുന്നു നാഥന്റെ കൈകാൽ തറച്ചിടുന്നു മർത്യനു രക്ഷ നൽകാനെത്തിയ ദിവ്യമാം കൈകാലുകൾ. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുപൂട്ടി അവന്റെ കുരിശിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് മാപ്പ് ചോദിച്ച് നീ പിടിക്കണം. അവർ അവനെ കുരിശിലേക്ക് തള്ളിയിട്ടു. കുരിശിന്റെ ആണിപ്പഴുതുകളിലേക്ക് ചമ്മട്ടി കൊണ്ട് മർദ്ദിക്കപ്പെട്ട് ചേറും മണ്ണും കലർന്ന മുറിവുകളിൽ മനുഷ്യക്കോലമില്ലാതെ കിടക്കുന്നവനെ വലിച്ച് അടുപ്പിച്ചു. കാരിരുമ്പിന്റെ കായബലമുള്ള പടയാളി അവന്റെ കയ്യിൽ ആണിയും ചുറ്റികയും എടുക്കുന്നു. ചർമ്മം മുറിഞ്ഞ്, ഞരമ്പ് മുറിഞ്ഞ്, അസ്ഥി തുളഞ്ഞ്, ശരീരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പച്ചിരുമ്പ് കുത്തി ഇറങ്ങുമ്പോ, ഓ എന്റെ ഈശോയെ, ഒരക്ഷരം പ്രതികരിക്കാതെ പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവർ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിശബ്ദനായിരുന്നു. അവർ എന്റെ മുതുകിൽ ഉഴുതു. ഇഷ്ടിക പോലെ എന്റെ തൊണ്ട വരണ്ടുപോയി. ഈശോ, ജീവിതത്തിൽ വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വൈരാഗ്യം, പിശാച് കൂടുകൂട്ടി തമ്പടിക്കുന്ന പാപമേഖലയാണ്. നമ്മളിലോ നമ്മുടെ കുടുംബങ്ങളിലോ പ്രിയപ്പെട്ടവരിലോ ആരെങ്കിലും എന്നെങ്കിലും എവിടെങ്കിലും ഇത്തരമൊരു പാപത്തിന് വാതില് തുറക്കുകയും ആ പാപത്തിന് ഇരയായി ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പച്ചിരുമ്പ് കുത്തിയിറങ്ങുന്ന ആ നൊമ്പരത്തിൽ ചാലുകീറി ഒഴുകുന്ന ദൈവസ്നേഹത്തിന്റെ പ്രത്യക്ഷമായ സ്നേഹം, പ്രകടമായ അടയാളം ഈ സമയത്ത് ആ മേഖല ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കിടന്നു ജീവൻ പിരിയുന്നു ഭുവനേകനാഥനീശോ. സൂര്യൻ മറഞ്ഞിരുണ്ടു, നാടെങ്ങും അന്ധകാരം നിറഞ്ഞു. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണുപൂട്ടി കുരിശിന്റെ വഴിയിലെ ഏറ്റവും നിർണായക സ്ഥലം. ഈ സമയത്ത് നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ എല്ലാവരും മുട്ടുകുത്തണം, നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മുട്ടുമേ നിൽക്കണം. എന്നിട്ടൊരു 20 സെക്കൻഡ്സ് നിങ്ങൾ ആ കുരിശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണം. ആദ്യത്തെ പരിശുദ്ധ കുർബാനയാണ്. കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ചുടുചോരയിൽ കുളിച്ചു നിൽക്കുന്ന യോഹന്നാനോടും അമ്മ മേരിയോടും ചേർന്ന് ഇതാ ഈ ജീവിക്കുന്ന കൂദാശ മുമ്പിൽ നിങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട. നിങ്ങളുടെ മനസ്സും ആത്മാവും ശരീരവും ഗാഗുൽത്തായുടെ യാഗവേദിയിൽ അവന്റെ മരക്കുരിശിനെ അള്ളിപ്പിടിച്ച് ഈ സമയത്ത് ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഈ സമയത്ത് ഒരു അനുഗ്രഹം നിറയട്ടെ. ഈ സമയത്ത് ഒരു ആത്മാവ് രക്ഷപ്പെടട്ടെ. ഈ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരു 10-15 സെക്കൻഡ് കണ്ണുകൂട്ടി പ്രാർത്ഥിച്ച് മാപ്പ് ചോദിച്ച്
ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും അവൻ സ്വന്തം ജീവൻ നമുക്കായി തന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ജീവനെതിരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച്. നിരാശ, അപകർഷത, ആത്മഹത്യ ചിന്ത, ആത്മഹത്യ പ്രവണത, ശക്തമായ ഡിപ്രഷൻ, ഭ്രൂണഹത്യ, അബോർഷന് കൂട്ടുനിൽക്കൽ, ജീവനെതിരെ ചിന്തിച്ച എല്ലാ മേഖലകളും ഈ കുരിശുമരണത്തോടുള്ള വെല്ലുവിളിയായിരുന്നു. രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്വന്തം ജീവൻ ദാനം ചെയ്തത്. രക്ഷിക്കപ്പെടണം. ദൈവമേ, എന്നോട് കരുണയായിരിക്കണമേ. എൻ്റെ വീട്ടിലോ കുടുംബത്തിലോ എവിടെയെങ്കിലും ആരെങ്കിലും ഈ മേഖലയിൽ ഒരു തിന്മ അനുവദിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കരുണ കാണിക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അരുമസുതന്റെ മേനി മടിയിൽ കിടത്തിയിടുന്നു. അലയാഴി പോലെ നാഥേ നിൻ ദുഃഖമതിരു കാണാത്തതല്ലോ. 13-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഞങ്ങൾ അങ്ങേ ഒപ്പിട്ട് ആരാധിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 13-ാം സ്ഥലം. കണ്ണടയ്ക്കണേ. അപ്പോൾ പടയാളികൾ ഒരാൾ കുന്തം കൊണ്ട് അവന്റെ വിലാവിൽ കുത്തി. ഉടനെ അത് രക്തവും വെള്ളവും ഒഴുക്കി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അയാളുടെ സാക്ഷ്യം സത്യമാണ്. എന്തിനാ യോഹന്നാൻ അങ്ങനെ എഴുതി വെച്ചത്? അയാളുടെ സാക്ഷ്യം സത്യമാണ്. വേറെ എവിടെയും യോഹന്നാൻ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. കനായിൽ അത്ഭുതം ചെയ്തപ്പോ യോഹന്നാൻ എഴുതിയില്ല. ലാസറിനെ ഉയർച്ചപ്പോ എഴുതിയില്ല. യോഹന്നാൻ ഇത് എഴുതിയപ്പോ ആദിമസഭയിലെ വിശ്വാസികൾ ചോദിച്ചു, മരിച്ചവന്റെ ചങ്കിയിൽ എങ്ങനെയാ വെള്ളം ഒഴുകിയേ? സകല മാനപ്രവാഹങ്ങളെയും നിലപ്പിച്ചതിന്റെ പേരല്ലേ മരണം? യോഹന്നാൻ പറഞ്ഞു, ഞാൻ കണ്ടതാ മരിച്ചിട്ടും നിലയ്ക്കാത്ത സ്നേഹപ്രവാഹത്തിന്റെ ഒഴുക്ക്. ഞാൻ കണ്ടതാ. അതെഴുതിയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾ ആ തിരുവിലാവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് അവിടെ നിന്നും ഒഴുകുന്ന പരിശുദ്ധ കൂദാശകളും അവിടെ നിന്നൊഴുകുന്ന അവന്റെ പരിശുദ്ധ രക്തവും ഈ സമയത്ത് നിങ്ങളെ വിശുദ്ധീകരിക്കും. അവർ ഈശോയെ കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തി. അമ്മേ, എത്ര തങ്കപ്പെട്ട അമ്മയാണെങ്കിലും കൊച്ചു മരിച്ചാൽ മടിയിൽ കിടത്തിക്കൊണ്ടിരിക്കാറില്ല. 33 വയസ്സുള്ള ഏക മകന്റെ മൃതദേഹം മടിയിൽ കിടത്തി ചുംബിക്കുന്ന അമ്മേ, ഞങ്ങൾക്ക് കുർബാന തരാൻ അമ്മ ഏറ്റെടുത്ത എല്ലാ നൊമ്പരങ്ങളെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. അമ്മയുടെ മടിത്തട്ടിൽ കട്ട പിടിച്ചു പോകുന്ന ഈശോയുടെ രക്തം ഈ സമയത്ത് മക്കളെ ഒത്തിരി അത്ഭുതങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന സമയം. ആ രക്തം നിങ്ങളെ വീണ്ടെടുക്കും. ആ രക്തം നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രത്യേകിച്ച് ഉദ്ധരിപ്പ് കടം, കർത്താവിനോടുള്ള നേർച്ചകൾ, വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ ലംഘിക്കപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥന്റെ ദിവ്യദേഹം
വിധി പോലെ സംസ്കരിച്ചിടും നീതാ. വിജയം വിരിഞ്ഞു പൊങ്ങും ജീവന്റെ ഉറവയാണാ കുടീരം. 14 സ്ഥലം ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. നീ എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണടയ്ക്കണേ. നിങ്ങൾ എന്തെങ്കിലും ഈശോയുടെ മരിച്ചടക്കിൽ പങ്കെടുത്തിട്ടുണ്ടോ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശുഷ്കിച്ചു പോയൊരു മരിച്ചടക്ക്. യോഹന്നാൻ അമ്മ മേരിയുടെ മടിയിൽ നിന്ന് അവന്റെ ഗുരുവിന്റെ മൃതദേഹത്തെ വാരിയെടുത്തു. പെട്ടെന്ന് നിക്കോദേമസും ജോസഫും അവിടെ എത്തി. അവരാ മൃതദേഹത്തെ കുളിപ്പിച്ചു. യോഹന്നാൻ തന്റെ പ്രിയപ്പെട്ട ഗുരുവിന് അവസാന മുത്തം കൊടുത്തു. തലേന്ന് മടിയിൽ കിടന്നപ്പോ, വക്ഷസിൽ ചാരിക്കിടന്നപ്പോ അവന്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഇങ്ങനൊരു ചിത്രം ഉണ്ടായിരുന്നില്ല. 3 വർഷം അവന്റെ ചങ്ക് അവൻ ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു വിലാപയാത്ര പാകപ്പെട്ടു. യോഹന്നാൻ അവന്റെ ഗുരുവിനെ താങ്ങിയെടുക്കുന്നു. നിക്കോദേമസും ജോസഫും അവനെ സഹായിച്ചു. അമ്മ മേരി മുന്നിൽ നടക്കുന്നു. മഗ്ദലനയും കുസായുടെ ഭാര്യ മറിയവും അവളെ ആശ്വസിപ്പിക്കുന്നു. അവരാ കല്ലറയെങ്കിലെത്തി. യോഹന്നാൻ ആദ്യം കല്ലറയ്ക്കകത്ത് കയറി തന്റെ ഗുരുവിന്റെ മൃതദേഹത്തെ, തന്റെ സ്നേഹിതനെ അവനെ കല്ലറയിലേക്ക് വെച്ചു. അവസാന ചുംബനം, അവസാന മുത്തം. അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ അഴുകിപ്പോകാൻ അനുവദിക്കില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച എൻ്റെ ഈശോ, ഒരായുസ്സിൽ ഞാൻ ചെയ്ത സകല പാപങ്ങൾക്കുമുള്ള അങ്ങയുടെ പരിഹാരത്തെ ഞാൻ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് കുർബാന തരാൻ അങ്ങ് കടന്നുപോയ മഹാസങ്കടത്തിന്റെ ചരിത്ര വഴികളിൽ നടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ. നിങ്ങൾ കണ്ണുകളടച്ച് ജീവിതത്തിൽ നിങ്ങൾ എത്ര വർഷം ജീവിച്ചോ, ആ മുഴുവൻ വർഷങ്ങളിലും അവനോട് മറുത്തു പിഴച്ചതിന് യോഹന്നാനോട് ചേർന്ന് മാപ്പ് ചോദിച്ച് അവരെ ചുംബിക്കും. കർത്താവിന്റെ മരിച്ചടക്കിന്റെ അഭിഷേകവും ആ കല്ലറയിൽ പറ്റിപ്പിടിച്ച് അവന്റെ പരിശുദ്ധ രക്തവും നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പാടാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ആ ഈരടികള് മനസ്സ് തട്ടി ഒന്ന് പാടാമോ? കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ചേർത്ത് പാടാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു മനസ്താപ പ്രകടനം നമ്മൾ ചൊല്ലുകയാണ്. നിങ്ങൾക്ക് സീറ്റുകളിലേക്ക് ഇരിക്കാം. നിങ്ങൾ കസേരകളിലേക്ക് ഇരുന്നിട്ട് നേരെ ഇരിക്കണം. നടുനിവർത്തി കണ്ണ് അടയ്ക്കണം. എന്നിട്ട് മനസ്സ് തട്ടി ഒരു മനസ്താപ പ്രകടനം.
എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാ ആത്മീയരായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുത്ത് വീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനറായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദകര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. നിങ്ങൾ കണ്ണടയ്ക്കണേ. ഈ 40 മിനിറ്റ് ജീവിതത്തിൻ്റെ 14 മേഖലകളിലൂടെ സാത്താൻ നമ്മളെ അവകാശം ചോദിച്ചതിൻ്റെ പരിഹാരമാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മോശയെ പ്രതി സാത്താൻ ദൈവത്തോട് തർക്കിച്ചു. മോശയ്ക്ക് വേണ്ടി വാദിക്കുന്ന സാത്താൻ, കാരണം അവനൊരിക്കൽ ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്. മക്കളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സാത്താൻ നമുക്ക് അവകാശം ചോദിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നടത്തിയ കുരിശിൻ്റെ വഴി ആ മേഖലകളെ പരിപൂർണമായി ഈശോയുടെ രക്തം കൊണ്ട് കഴുകുകയും എൻ്റെ ജീവിതത്തിൽ സാത്താന് യാതൊരു അധികാരവുമില്ല എന്ന് യേശുനാമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുന്ദരമായിട്ട് കുമ്പസാരിക്കാൻ പറ്റും. അനുതാപമുള്ളൊരു കുമ്പസാരം കർത്താവ് നിങ്ങൾക്ക് നൽകും. ആ ഒരു കുമ്പസാരത്തിന് വേണ്ടി നന്നായിട്ട് ഇനിയുള്ള സമയത്ത് ഒരുങ്ങണം. നമ്മളിപ്പോൾ കുമ്പസാരം ആരംഭിക്കും. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. കണ്ണു തുറക്കാമോ? ഒന്നൊരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയിട്ട് കുർബാനയുടെ മുമ്പിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നല്ലൊരു അഭിഷേകത്തിലാണ്. ശരിക്കും പ്രാർത്ഥിച്ച സമയമായിരുന്നത്. ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ ദൈവാനുഭവത്തിൽ ഇങ്ങനെ വളർന്ന് നടക്കുകയാണ്. അത് പ്രാർത്ഥനയാണ്. ഇതിനകത്ത് പല വിചാരങ്ങളില്ല, അലസതയില്ല, അശ്രദ്ധയില്ല. നിങ്ങൾ ഈശോയുടെ കൂടെ നടന്നു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ? ഇതിനകത്തൊരു 50% ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളവരൊന്ന് കൈപൊക്കി. 50% മതി. വെരി ഗുഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇടയ്ക്കൊക്കെ വെള്ളിയാഴ്ച ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്ന് ആ തുടക്കം മുതൽ അവസാനം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെയും ഉണ്ടല്ലോ പ്രകടമായ ദൈവം. ഇങ്ങനെ ഇപ്പം ഞാൻ ഇന്ന് ഈ കുരിശിൻ്റെ വഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കുരിശിൻ്റെ പുസ്തകം ഉപയോഗിക്കാതിരുന്നത്. അതാണ് ധ്യാനം, അതാണ് പ്രാർത്ഥന. അതിനാണ് ശരിക്കും നമുക്കിതെല്ലാം ദൈവം അനുവദിച്ചത്. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ കുമ്പസാരം ആരംഭിക്കുന്നു. നമുക്ക് 3 വൈദികരുണ്ട്. നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. പെട്ടെന്ന് കുമ്പസാരം കഴിയും. ഇനിയുള്ള ടൈം ടേബിള് ആരാധന തുടരുവാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ പുണ്യമാണ് കുമ്പസാരിച്ചതിന് ശേഷം ആ ഒരു കൃപയിലിരുന്ന് വിശുദ്ധ കുർബാനയെ ആരാധിക്കാം. പറ്റുമെങ്കിൽ ഒരു 2 കൊന്തയെങ്കിലും ചൊല്ലുക. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കുമ്പസാരിക്കുകയാണെന്ന് ഓർക്കുക. അവർക്ക് അനുതാപം കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പ്രതിസന്ധികൾ ദൈവം ഇറങ്ങി വരികയും ചെയ്യും. കാരണം എന്താണ്? അൽഫോൻസാമയുടെ ക്വാളിറ്റിയിലാണ്, കൊച്ചുതറച്ചയുടെ വിശുദ്ധിയാണ്. ഇപ്പോൾ കുമ്പസാരിച്ചു കഴിഞ്ഞ ഒരു ആത്മാവിൻ്റെ വരപ്രസാദം എന്ന് പറയുന്നത് വിശുദ്ധാത്മാക്കളുടെ വരപ്രസാദമാണ്. ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രേസ്, ആ ഒരു ക്വാളിറ്റി ഓഫ് ഗ്രേസ്, ആ ഒരു നിലവാരത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊക്കെ ഇപ്പോഴൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ആരാധന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി ഉണ്ടെന്നാണ്, അല്ലെ? കാപ്പി ആ സമയത്തില്ലേ, ഈ ബ്രേക്ക് ടൈമിൽ തന്നെ കാപ്പിയും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയി സമയം കളയരുത്. 1 മണിക്കൂറെങ്കിലും ഈശോയുടെ മുമ്പിൽ വ്യക്തിപരമായി ചെലവഴിക്കണം. ഈശോയുടെ അടുത്ത് സംസാരിക്കണം. ഈശോയുടെ അടുത്തിരുന്ന ഒരു കൊന്ത ചൊല്ലണം. ഈശോയുടെ അടുത്തിരുന്ന ഒരു കരുണക്കൊന്ത ചൊല്ലണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ അവസരമുള്ളൂ. ഒരു 5 മണി കഴിയുന്ന സമയത്ത് നമ്മൾ കുർബാനയ്ക്കിലേക്ക് പ്രവേശിക്കും. കുമ്പസാരം ഏതാണ്ട് കഴിയാനാകുമ്പോൾ നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും, കുർബാനയിലേക്ക് പ്രവേശിക്കും. ഇന്നത്തെ കുർബാന നല്ല നിറവിൽ അർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണം. കുമ്പസാരിച്ചതിന് ഒരു സമയത്ത് നിങ്ങൾ കുമ്പസാരത്തിന് ഒരുങ്ങുന്നു. കുമ്പസാരത്തിന് ശേഷം വന്നിരുന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിനകത്താണെങ്കിൽ കുഴപ്പമില്ല. 32-ാം സങ്കീർത്തനവും
51 സങ്കീർത്തനവും വായിക്കണം. കുമ്പസാരത്തിന് ശേഷമാണ് മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം 32 സങ്കീർത്തനം. ദാവീദിന്റെ പ്രാർത്ഥന അത് 51 സങ്കീർത്തനം. ഈ 2 ഭാഗങ്ങൾ വായിക്കുകയും ചെയ്യുക. പിന്നെ റോമ ലേഖനം ചാപ്റ്റർ 8 ഈ 3 അധ്യായങ്ങൾ വായിക്കുക. അതോടൊപ്പം പ്രായശ്ചിത്തം നിറവേറ്റുക. ഈ സമയത്ത് നമ്മൾ കുമ്പസാരം ആരംഭിക്കുന്നു. നിങ്ങൾ സമയമെടുത്ത് കുമ്പസാരിക്കുക. മറ്റൊന്നും വിചാരിക്കേണ്ട. സമയമെടുത്ത് ഒരുങ്ങുക. ഒന്നും വിട്ടുപോകാതെ ഏറ്റുപറയുക. എന്നിട്ട് ഒരു നല്ല കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കുക.